തൃശൂരിൽ മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 2 ബോട്ടുകളും 19 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ മേരി മാത 2 എന്ന ബോട്ടും അൽഫത്ത് ബോട്ടുമാണ് കടലിൽ കുടുങ്ങിയത്. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ മേരി മാത 2 എന്ന ബോട്ടും വെള്ളിയാഴ്ച മത്സ്യബന്ധനത്തിന് പോയ അൽഫത്ത് ബോട്ടുമാണ് കടലിൽ കുടുങ്ങിയത്. കരയിൽ നിന്നും 19 കിലോമീറ്റർ അകലെയാണ് മേരി മാത ബോട്ട് എഞ്ചിൻ നിലച്ചത്. ബോട്ടിൽ 10 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ വാടാനപ്പള്ളി ഭാഗത്ത് വെച്ചാണ് മേരി മാത ബോട്ടിന്റെ എഞ്ചിൻ നിലച്ചത്. കൊല്ലം കാവനാട് സ്വദേശി ഹെറിൻ പയസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബോട്ട്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ അൽഫത്ത് എന്ന ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ വല ചുറ്റിയാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന 9 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. തൃശൂർ തളിക്കുളം സ്വദേശി മുഹമ്മദ് യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബോട്ട്. ജില്ലയിൽ ഈ ആഴ്ചയിൽ മാത്രം ഇത് 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.